നമസ്കാരം. പെരുമ്പാവൂർ സ്വദേശിയായ യുവതി മലപ്പുറത്തെ വാടക വീട്ടിൽ പ്രസവത്തിനിടെ മരിച്ച സംഭവത്തിൽ അടിമുടി ദുരൂഹത തുടരുകയാണ്. കുടുംബം ചട്ടിപ്പറമ്പിൽ 1.5 വർഷമായി ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും അയൽവാസികളുമായോ നാട്ടുകാരുമായോ സൗഹൃദമില്ല. സിറാജുദ്ദീന്റെ പേരും വീട്ടിൽ എത്ര കുട്ടികളുണ്ടെന്നതും ഇന്നലെ വാർത്ത വരുമ്പോഴാണ് തൊട്ടടുത്ത അയൽവാസികൾ പോലും അറിയുന്നത്. അത്രയ്ക്ക് ഉൾവലിഞ്ഞ ജീവിതമായിരുന്നു ഇവരുടേത്. സിറാജുദ്ദീനും അസ്മയും അക്യുപങ്ചർ ചികിത്സയിൽ ബിരുദം നേടിയവരാണ്. അക്യുപങ്ചർ ചികിത്സയിലൂടെ പ്രസവം എടുക്കുമ്പോഴായിരുന്നോ മരണം എന്നതടക്കം പോലീസ് അന്വേഷിക്കുമെന്നാണ് വിവരം. മലപ്പുറം ചട്ടിപ്പറമ്പിൽ കുടുംബം 1.5 വർഷമായി താമസിക്കുന്നുണ്ടെങ്കിലും അയൽവാസികളുമായി സിറാജുദ്ദീനും അസ്മയ്ക്കും സൗഹൃദമുണ്ടായിരുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കാസർഗോഡ് മത അധ്യാപകനാണെന്നാണ് സിറാജുദ്ദീൻ താമസത്തിന് വന്ന സമയത്ത് പറഞ്ഞിരുന്നത്. പ്രഭാഷണത്തിനും പോകാറുണ്ട്. അസ്മ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ മാത്രമാണ് പുറത്തിറങ്ങാറുണ്ടായിരുന്നതെന്നും അയൽവാസികൾ പറയുന്നു. ജനുവരിയിൽ ആശാവർക്കർ വീട്ടിലെത്തി. ഗർഭിണിയാണോ എന്ന് അസ്മയോട് അന്വേഷിച്ചിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ജനലിലൂടെ അല്ലെന്ന് മറുപടി നൽകി. എന്നാൽ കഴിഞ്ഞ ദിവസം അയൽവാസികൾ അന്വേഷിച്ചപ്പോൾ ഗർഭിണിയാണെന്നും 8 മാസമായി എന്നും പറഞ്ഞിരുന്നു. ശനിയാഴ്ച വൈകിട്ട് കുഞ്ഞ് ജനിച്ചതായി സിറാജുദ്ദീൻ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു. വൈകുന്നേരം വീടിന് സമീപം ഇയാളെ കണ്ടവരുണ്ട്. വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് കാർ വരാനുള്ള വഴി ഇല്ലാത്തതിനാൽ സമീപത്തെ വീട്ടിലാണ് നിർത്തിയിടുന്നത്. 8 മണിയോടെ സിറാജുദ്ദീൻ കാർ എടുത്തിരുന്നതായി വീട്ടുകാർ പറയുന്നു. എന്നാൽ ആംബുലൻസ് വിളിച്ചതും മൃതദേഹം അതിലേക്ക് കയറ്റിയതും എപ്പോഴാണെന്ന് വ്യക്തമല്ല. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നവർ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്. ഭാര്യയ്ക്ക് ശ്വാസതടസ്സമാണെന്നാണ് ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞിരുന്നത്. പ്രസവത്തെ തുടർന്ന് രക്തസ്രാവം ഉണ്ടായെന്നും വൈദ്യസഹായം തേടാൻ ഭർത്താവ് തയ്യാറായില്ല എന്നുമാണ് യുവതിയുടെ വീട്ടുകാരുടെ പരാതി. പ്രസവ ശുശ്രൂഷയിൽ പരിചയമുള്ള സ്ത്രീയുടെ സഹായം തേടിയിരുന്നതായി സിറാജുദ്ദീൻ യുവതിയുടെ ബന്ധുക്കളോട് പറയുന്നുണ്ട്. ഇക്കാര്യം പോലീസ് അന്വേഷിക്കുകയാണ്. മടവൂർ കാഫിലി എന്ന പേരിൽ 63,500-ലധികം പേർ സബ്സ്ക്രൈബ് ചെയ്ത ഒരു യൂട്യൂബ് ചാനലും ഇയാൾ നടത്തുന്നുണ്ട്. മന്ത്രവാദമടക്കമുള്ള വിഷയങ്ങളാണ് ഈ ചാനലിലൂടെ സിറാജുദ്ദീൻ പ്രചരിപ്പിക്കുന്നത്. മടവൂർ കാഫിലി എന്ന യൂട്യൂബ് പേജിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇസ്ലാം മതവിരുദ്ധമായ കാര്യങ്ങളും പറഞ്ഞു തുടങ്ങിയതോടെ ചാനൽ നിർത്താൻ മുതിർന്ന മതപണ്ഡിതർ ഉപദേശിച്ചിട്ടും സിറാജുദ്ദീൻ അത് അവഗണിച്ചു. കേരളത്തിലെ സൂഫി പണ്ഡിതനായിരുന്ന CM മടവൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന CM അബൂബക്കർ മുസ്ലിയാരുടെ കഥകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. EK വിഭാഗം സുന്നിയായിരുന്നു സിറാജുദ്ദീൻ. 4 വർഷം മുൻപ് തുടങ്ങിയ യൂട്യൂബ് പേജിന്റെ പ്രധാനിയാണ് സിറാജുദ്ദീൻ ലത്തീഫി. മടവൂരിലെ പഴമക്കാർ പറയുന്ന CM മടവൂർ കഥകൾക്കൊപ്പമാണ് മരിച്ചവരെ ജീവിപ്പിച്ചു എന്ന തരത്തിലടക്കം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നത്. CM മടവൂരിന്റെ കഥകൾ പ്രചരിപ്പിക്കാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് സിറാജുദ്ദീന് സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മതരീതികൾക്ക് എതിരെന്ന് പറഞ്ഞാണ് മുതിർന്ന മതപണ്ഡിതർ ചാനലിനെതിരെ രംഗത്ത് വന്നത്. അതൊക്കെ അവഗണിച്ചാണ് സിറാജുദ്ദീൻ ചാനലുമായി മുന്നോട്ട് പോയത്. സിറാജുദ്ദീന് എന്താണ് ജോലിയെന്നും നാട്ടുകാർക്ക് വ്യക്തതയില്ല. കാസർഗോഡുള്ള പള്ളിയിൽ പ്രഭാഷണത്തിന് പോയിരുന്നതായി ചിലരോട് പറഞ്ഞിട്ടുണ്ട്. അക്യുപങ്ചർ ചികിത്സാ രീതി പഠിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാരിൽ ചിലരോടും പോലീസിനോടും സിറാജുദ്ദീൻ പറഞ്ഞത്. വീട്ടിലെ പ്രസവത്തിനെതിരെ നേരത്തെയും സിറാജുദ്ദീന്റെ ഭാര്യ കലഹിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ആശുപത്രിയെ ആശ്രയിക്കാതെയുള്ള പ്രസവത്തെ ഭാര്യ എതിർത്തതായി ബന്ധുക്കളും സാക്ഷ്യപ്പെടുത്തുന്നു. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന 35-കാരിയായ അസ്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. മതിയായ ചികിത്സ ലഭിക്കാത്തതിനാലാണ് യുവതി മരിച്ചതെന്നാണ് ബന്ധുക്കളുടെ പരാതി. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഉറപ്പായിട്ടും വീട്ടിൽ പ്രസവം നടത്തുന്ന രീതി കേരളത്തിന് വെല്ലുവിളിയാണ്. അജ്ഞതയും ശാസ്ത്രാവബോധം ഇല്ലായ്മയുമാണ് ചിലരെയെങ്കിലും വീട്ടിൽ പ്രസവം എന്ന അനാരോഗ്യ തീരുമാനത്തിലേക്ക് നയിക്കുന്നത്. 2019 മുതൽ 2024 വരെ ഇത്തരത്തിൽ 2000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 9 മാസത്തിൽ മലപ്പുറം ജില്ലയിൽ 4 കുഞ്ഞുങ്ങളും ഇത്തരത്തിൽ മരിച്ചു. ആശാപ്രവർത്തകരുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ വീട്ടിലെ പ്രസവ രീതി അവസാനിപ്പിക്കാനുള്ള വിപുലമായ പ്രചാരണം നടത്തുന്നുണ്ട്. പലപ്പോഴും അമിത രക്തസ്രാവം ഉണ്ടാകുമ്പോഴാണ് അമ്മയെ ആശുപത്രിയിൽ എത്തിക്കാൻ കുടുംബം തയ്യാറാകുന്നത്. ചിലയിടങ്ങളിൽ അതും നടക്കുന്നില്ല. ഇത് അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ എത്തിക്കും.